ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോൾഡ് ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാരുതിയുടെ ഈക്കോ എന്ന് പറയുന്ന വാഹനത്തിന്റെ ഒരു AC റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈന്റ് ആണ്. അതായത് കസ്റ്റമറുടെ കംപ്ലൈന്റ് വാഹനത്തിന് AC ഓൺ ആയി കഴിയുമ്പോഴേക്കും എയർ ഫ്ലോ വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യുന്നില്ല, എയർ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാഹനത്തിന്റെ ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യാത്തതെന്നും അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നും ആ കംപ്ലൈന്റ് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഈക്കോടെ ഒരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഈ AC ആയിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ എയർ ഫ്ലോ ബ്ലോക്ക് കാരണം എയർ ഫ്ലോ പോകുന്ന, ഇതല്ലാതെ ഇതിന്റെ ബ്ലോവർ ഫാൻ ഒട്ടും തന്നെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വാഹനത്തിന്റെ കസ്റ്റമറുടെ കംപ്ലൈന്റ്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇതൊരു ടെസ്റ്റിന് വന്ന വാഹനമാണ്. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് അതിന്റെ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോൾഡ് ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാരുതിയുടെ ഈക്കോ എന്ന വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് AC സിസ്റ്റത്തിൽ ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യുന്നില്ല. അതായത് AC ഓൺ ആക്കിയിട്ട് ഒട്ടും തന്നെ എയർ ഫ്ലോ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ എയർ ഫ്ലോ ലഭിക്കാത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബ്ലോവർ സിസ്റ്റം വർക്ക് ചെയ്യാത്തത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ച് പരിഹരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇഗ്നേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മളിനി ബ്ലോവറിൻ്റെ സ്പീഡ് 1, 2, 3 എന്നുള്ള പൊസിഷൻ ഉണ്ട്. നമ്മൾ അതിൽ ഓരോ സ്പീഡ് വിട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് പൊസിഷൻ ഇട്ടപ്പോൾ തന്നെ AC സ്വിച്ച് ഓൺ ആയിരുന്നത് കാരണം AC സ്വിച്ചിൻ്റെ ഉള്ളിലത്തുള്ള ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട്. നമ്മൾ പക്ഷേ എയർ ഫ്ലോ നമുക്ക് ഒട്ടും തന്നെ വരുന്നില്ല. നമ്മൾ ഗ്രില്ലിൻ്റെ അവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒട്ടും തന്നെ എയർ കാണിക്കുന്നില്ല. നമ്മൾ സെക്കൻഡ് സ്പീഡ് ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് സ്പീഡിൻ്റെ പൊസിഷനിൽ ഇട്ടിട്ടും നമുക്ക് എയർ ഫ്ലോ വരുന്നില്ല. ഫുൾ സ്പീഡ് പൊസിഷനായ തേർഡ് സ്പീഡിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. തേർഡ് സ്പീഡിൽ ഫുള്ളായിട്ടുള്ള ബ്ലോവർ ഫാൻ്റെ സ്പീഡാണ് വരേണ്ടത്. അപ്പോൾ ആ പൊസിഷനിൽ ഇട്ടിട്ടും ഒട്ടും തന്നെ എയർ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു പൊസിഷനിലും നമുക്ക് എയർ ഫ്ലോ വരുന്നില്ല. പക്ഷേ നമ്മൾ ബ്ലോവർ ഓൺ ആക്കിയപ്പോഴേക്കും സ്വിച്ചിൽ ലൈറ്റ് ഓൺ ആയി. അതായത് അതിനർത്ഥം നമ്മുടെ ബ്ലോവർ ഓൺ ഓഫ് ആക്കുന്ന ആ സ്വിച്ച് കൺട്രോൾ ചെയ്യുന്ന ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇടുന്ന സ്വിച്ച് വർക്കിംഗ് ആണ്. അതിൻ്റെ ഉദാഹരണമാണ് നമുക്കവിടെ ലൈറ്റ് കത്തിയത്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴേക്കും നെഗറ്റീവ് ലൈൻ ചെല്ലുന്നത് കൊണ്ടാണ് ആ സ്വിച്ചിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഓൺ ആകുന്നത്. നമുക്ക് AC വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ അറിയാം, ബ്ലോവർ ഓൺ ആക്കിയതിന് ശേഷം AC ഇട്ടാലേ നമുക്ക് AC സ്വിച്ച് ഓൺ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ AC ഓൺ ആക്കുമ്പോൾ സ്വിച്ച് ഫസ്റ്റ് പൊസിഷനിൽ ഇടുമ്പോഴേക്കും തന്നെ നെഗറ്റീവ് സിഗ്നൽ അവിടെ കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ACയുടെ സ്വിച്ചിൽ ലൈറ്റ് ഓൺ ആവുന്നത്. അപ്പോൾ ഇനി ബ്ലോവർ ഫാനിൻ്റെ ഭാഗമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഡ്രൈവർ സൈഡ് നമ്മുടെ ക്ലച്ച് പെഡലിൻ്റെയൊക്കെ മുകൾ ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ACയുടെ ഫാനും കാര്യങ്ങളും വരുന്നത്. മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലോവർ ഫാൻ എന്ന് പറയുന്ന യൂണിറ്റ് ഇരിക്കുന്നത്. ഇത് റിമൂവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബ്ലോവർ ഫാനിൻ്റെ ലീഫും കാര്യങ്ങളും കാണാം. ഇനി 2 റിലേ വരുന്നുണ്ട്. ആ റിലേയും ഇതിൻ്റെ ഫാനിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ കാണുന്നത് ബ്ലോവർ റെസിസ്റ്ററാണ്. നമ്മുടെ 1, 2, 3 എന്നുള്ള 1, 2 2 സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ആ റെസിസ്റ്ററിലൂടെയുള്ള കണക്ഷൻ വഴിയാണ്. അപ്പോൾ നമുക്ക് 1, 2 എന്നുള്ള സ്പീഡും ഇല്ല, തേർഡ് പൊസിഷനായ ഫുൾ സ്പീഡും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്കിനി ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ബ്ലോവറിൻ്റെ സോക്കറ്റ് ലൂസോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, ബ്ലോവർ ഫാൻ്റെ സോക്കറ്റ്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഊരി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സപ്ലൈ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. സപ്ലൈ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇതിൽ 2 വയറാണ് വരുന്നത്. ഒരെണ്ണം റെഡിൽ ഗ്രീനും ഒരെണ്ണം റെഡിൽ ബ്ലാക്കും. ഈ 2 ലൈനിലും കൂടിയാണ് ഒരെണ്ണത്തിൽ പോസിറ്റീവും ഒരെണ്ണത്തിൽ നെഗറ്റീവും എന്നുള്ള രീതിയിൽ വരേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് നോക്കാനുള്ളത് അതിലോട്ട് പോസിറ്റീവും നെഗറ്റീവും സപ്ലൈ വരുന്നുണ്ടോ. വന്നിട്ടും ഫാൻ വർക്ക് ചെയ്യാത്തതിൻ്റെ കേസാണ് നമുക്ക് ഫാൻ മാറിയാൽ മതിയാവും. ഇല്ല, ലൈൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വയറിങ് ട്രേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടെസ്റ്റ് ലാമ്പ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ 2 പോയിന്റിലും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമൽ പ്രസ്സിംഗ് ബൾബിൻ്റെ ഒരു ടെസ്റ്റ് ലാമ്പാണ്. അതിൽ നിന്ന് വരുന്ന 2 വയർ എടുത്തിട്ട് നമ്മൾ നേരത്തെ കണ്ട 2 കണക്ഷനിലോട്ടും കണക്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഫുൾ സ്പീഡിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഫുൾ സ്പീഡിൽ ഇട്ടിട്ടും ആ ലൈറ്റ് ഓൺ ആയിട്ടില്ല. നമ്മൾ സെക്കൻഡ് സ്പീഡ് ഇടുമ്പോഴും ആ ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ ഈ 2 പൊസിഷൻ ഇട്ടിട്ടും നമുക്ക് ലൈറ്റ് ഓൺ ആയില്ല. നമ്മൾ നോർമലായിട്ട് ഫാനിൽ കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഒരു ടെസ്റ്റ് ലാമ്പ് എടുത്ത് അതിൽ കണക്ഷനിൽ കൊടുത്തു, അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഫാനിന് പകരം ബൾബ് കൊടുത്തു. പക്ഷേ നോർമലായിട്ട് ഇടുമ്പോൾ ഈ ബൾബ് ശരിക്കും കത്തേണ്ടതാണ്, അപ്പോൾ കത്തുന്നില്ല. അപ്പോൾ ഇതിലോട്ടുള്ള പവർ സപ്ലൈ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ലൈറ്റ് ഓൺ ആവാത്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ 2 കണക്ഷനാണ് വരുന്നത്, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ പോസിറ്റീവ് കണക്ഷനാണോ വരാത്തത് നെഗറ്റീവ് കണക്ഷനാണോ വരാത്തത് എന്നുള്ളതാണ്. ഇതിൽ റെഡിൽ ഗ്രീൻ വരുന്നത് നെഗറ്റീവ് സപ്ലൈയും റെഡിൽ ബ്ലാക്ക് വരുന്നത് പോസിറ്റീവ് സപ്ലൈയുമാണ്.
പോസിറ്റീവ് സപ്ലൈ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ വരും. പിന്നെ ഈ കാണുന്ന റെഡിൽ ഗ്രീനിൽ നെഗറ്റീവ് സപ്ലൈ ആണ് വരുന്നത്. അത് വരുന്നത് നമ്മൾ എ സിയുടെ സ്വിച്ച് നമ്മൾ 1 2 3 എന്നുള്ള സ്വിച്ച് ഈ മേളുള്ള ഈ സ്വിച്ച് കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ റെഡിൽ ഗ്രീനിൽ നെഗറ്റീവ് സപ്ലൈ വരുന്നത്. ഈ റെഡിൽ ബ്ലാക്കിൽ നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്താൽ തന്നെ ഡയറക്റ്റായിട്ട് പോസിറ്റീവ് സപ്ലൈ വന്ന് കിടക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതിൽ പോസിറ്റീവ് സപ്ലൈ വന്ന് കിടക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. അപ്പോൾ ഞാൻ DC ടെസ്റ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻഡ് നമ്മൾ ബോഡിയിൽ എർത്ത് ചെയ്തിട്ടുണ്ട്. ടെസ്റ്ററൊക്കെ വർക്കിംഗ് ആണെന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്തേക്കുക. നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ റെഡ് ബ്ലാക്കിൽ പോസിറ്റീവ് സപ്ലൈ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. നോർമലായിട്ട് ഇഗ്നിഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ സപ്ലൈ വരണം. അപ്പോൾ നമ്മൾ റെഡ് ബ്ലാക്കിൽ നമ്മൾ ടെസ്റ്റർ കണക്ട് ചെയ്യുന്നതാണ്. നമുക്ക് അതിൽ പോസിറ്റീവ് സപ്ലൈ ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല. നമ്മളിനി മറ്റേ റെഡ് ഗ്രീനിലും കൂടി ഒന്ന് നിങ്ങൾക്ക് വെറുതെ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അതിലുമില്ല. അപ്പോൾ നോർമലായിട്ട് ഇതിൽ വരേണ്ടത് ഈ കാണുന്ന റെഡ് ബ്ലാക്ക് വയറിലാണ്. അപ്പോൾ അതിൽ പോസിറ്റീവ് കിട്ടുന്നില്ല. അപ്പോൾ മിക്കവാറും അതായിരിക്കാം കംപ്ലയിൻറ്റ്. ഇത് ഞാൻ നെഗറ്റീവ് എങ്ങനെയാണ് വരുന്നതെന്നും കൂടി നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റെഡ് ഗ്രീനിൽ നെഗറ്റീവ് ചെക്ക് ചെയ്യണം. അപ്പോൾ നെഗറ്റീവ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ലാമ്പിൻ്റെ ഒരു എൻഡ് പോസിറ്റീവിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക് സ്വിച്ചിൽ ഇത് ബ്രേക്ക് ലൈറ്റിൻ്റെ സ്വിച്ചാണ്. അതിൽ ഈ 2 വയറാണ് വരിക. ഒരു ഡാർക്ക് ഗ്രീനും ഗ്രീനിൽ വൈറ്റും. അപ്പോൾ അതിൽ ഓൾറെഡി പോസിറ്റീവ് വന്ന് കിടക്കും ഈ ഡാർക്ക് ഗ്രീനിൽ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ലാമ്പിൻ്റെ നമ്മുടെ ഈ ക്ലിപ്പ് എടുത്തിട്ട് നമ്മുടെ ബ്രേക്ക് ലൈറ്റ് സ്വിച്ചിൻ്റെ ആ ഗ്രീൻ വയറിൽ കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ടെസ്റ്റ് ലാമ്പ് എടുത്തിട്ട് ഈ റെഡ് ഗ്രീനിൽ കൊടുത്തിട്ട് നമുക്ക് ബ്ലോവറിൻ്റെ സ്വിച്ച് കൺട്രോൾ ചെയ്ത് നോക്കാം. ഈ കാണുന്ന ഡാർക്ക് ആയിട്ടുള്ള ഗ്രീനിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ലാമ്പിൻ്റെ ക്ലിപ്പ് എടുത്തിട്ട് ഡാർക്ക് ഗ്രീനിൽ അതിൻ്റെ പിന്നിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുക്കണം. വേണമെങ്കിൽ ബോഡിയിലൊന്ന് മുട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. കാര്യം ഒരു സൈഡിൽ ഇപ്പോൾ പോസിറ്റീവ് ആണല്ലോ. ഇനി നമ്മൾ ഈ റെഡ് ഗ്രീനിൻ്റെ പിന്നിൽ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ടെസ്റ്റ് ലാമ്പ് ഓണായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ബ്ലോവറിൻ്റെ സ്വിച്ച് മിക്കവാറും ഓണായിരിക്കും. നമുക്ക് സ്വിച്ച് ഫുള്ള് ഓഫാക്കാം. സ്വിച്ച് ഓണായിരുന്നു. നമ്മൾ സ്വിച്ച് ഇപ്പോൾ ഓഫാക്കാൻ പോവുകയാണ്. സ്വിച്ച് ഓഫാക്കി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും ടെസ്റ്റ് ലാമ്പ് ഓഫായിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെ നിന്ന് എർത്ത് കിട്ടാത്ത കാരണം സ്വിച്ച് ടെസ്റ്റ് ലാമ്പ് ഓഫാണ്. നമ്മൾ ഫസ്റ്റ് പൊസിഷനിലോട്ട് ഇടാൻ പോകുകയാണ്. നമ്മൾ ഫസ്റ്റ് പൊസിഷൻ ഇട്ടു. നമ്മുടെ ടെസ്റ്റ് ലാമ്പ് ഓണായിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് പൊസിഷനിൽ ഇടുകയാണ്. സെക്കൻഡ് പൊസിഷനിൽ ഇടുമ്പോഴേക്കും നമുക്കിങ്ങനെ ബ്രൈറ്റ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ തേർഡ് ഇട്ടപ്പോഴേക്കും നല്ല രീതിയിൽ ബ്രൈറ്റായി. തിരിച്ച് ഞാൻ തേർഡ് സെക്കൻഡ് 1 എന്ന് പറഞ്ഞ ഡിമ്മായി പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓരോന്ന് ഇടുന്നതനുസരിച്ചിട്ട് നമുക്ക് നെഗറ്റീവ് പവർ കയറി വരും. അതായത് റെസിസ്റ്ററി കൂടിയാണ് ഫസ്റ്റ് സ്പീഡും സെക്കൻഡ് സ്പീഡ് ഇടുമ്പോഴേക്കും ഞാൻ നേരത്തെ കാണിച്ച റെസിസ്റ്ററി കൂടിയും തേർഡ് സ്പീഡ് ഇടുമ്പോൾ ഡയറക്റ്റായിട്ട് നെഗറ്റീവ് സപ്ലൈ ആണ് വരുന്നത്. അപ്പോൾ അത് ഓക്കെയാണ്. നമുക്ക് സപ്ലൈ പ്രോപ്പറായിട്ട് നെഗറ്റീവ് സപ്ലൈ പ്രോപ്പറായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മളിനി പോസിറ്റീവ് സപ്ലൈ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പോസിറ്റീവ് സപ്ലൈ വരുന്നത് നമ്മുടെ എൻജിൻ റൂമിലാണ്. എൻജിൻ റൂമിൽ ഈ സീറ്റ് അഴിച്ച് മാറ്റണം. പക്ഷേ ഇതൊരു ടെസ്റ്റിന് വേണ്ടി വന്നൊരു വണ്ടിയാണ്, ടെസ്റ്റ് വർക്കിന് വേണ്ടി വന്ന വണ്ടിയാണ്. അപ്പോൾ സീറ്റൊക്കെ അഴിച്ച് ഓൾറെഡി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ ബാറ്ററിയുടെ സൈഡിലായിട്ട് ഒരു ഫ്യൂസ് ബോക്സ് വരുന്നുണ്ട്. ഈ ഫ്യൂസ് ബോക്സിൻ്റെ മേളിൽ തന്നെ അത് എന്തിനുള്ള ഫ്യൂസാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു BLW എന്നും പറഞ്ഞൊരു 30 ആംപിയർ കാണാൻ പറ്റും. മേൽഭാഗത്തുനിന്ന് 4ാമത്തെ ഫ്യൂസായിട്ടാണ് വരുന്നത്. ആ 30 ആംപിയർ ബ്ലോവർ ഫാനിൻ്റെ ഫ്യൂസാണ്. അതായത് ബ്ലോവർ എന്നുള്ള ഫ്യൂസാണ്. അപ്പോൾ നമ്മൾ അത് പോയിട്ടുണ്ടോ എന്ന് നോക്കാം. ആ ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ സപ്ലൈ വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് വന്ന് ഈ ഫ്യൂസ് പോയിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ മതി. ഫ്യൂസ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഫാനിൻ്റെ ഭാഗത്ത് ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ട്രേസ് ചെയ്യാം. അപ്പോൾ ഇതിൽ 1 2 3 4 4ാമത്തെ BLW എന്നുള്ള ഫ്യൂസാണ്. ഈ 260 ആദ്യം 70 പിന്നെ 260 അതിനുശേഷമുള്ള 30 ആംപിയറിൻ്റെ ഫ്യൂസാണ് നമ്മുടെ ബ്ലോവറിൻ്റെ. പിന്നെ അതിൻ്റെ താഴെ വരുന്ന വലിയ ഫ്യൂസ് അത് റേഡിയേറ്റർ ഫാനിൻ്റെ ആണ്. പിന്നെ അതിൻ്റെ താഴത്ത് ചെറിയ 30 ആംപിയർ 20 ആംപിയർ അങ്ങനെ ഫ്യൂസ് വരുന്നുണ്ട്. ആ ഫ്യൂസ് വരുന്ന ആദ്യത്തെ സ്റ്റാർട്ടറിൻ്റെ 30 ആംപിയറാണ്. രണ്ടാമത്തെ കംപ്രസറിൻ്റെ 20 ആംപിയറാണ്. പിന്നെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ 15 ആംപിയറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കാണുന്ന 30 ആംപിയറിൻ്റെ ബ്ലോവർ എന്ന് പറയുന്നത്, അതായത് മേളിൽ നിന്ന് 4ാമത്തെ ഫ്യൂസാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ തന്നെ ഒരു ഗ്ലാസ് ടൈപ്പാണ്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ 2 കാലും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത് പൊട്ടിയിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും അത് പൊട്ടിയതായിട്ടൊന്നും കാണുന്നില്ല. നടുക്കത്തെ 2 തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലെഗ് ഒരു കോണ്ടാക്റ്റ് ഉണ്ട്, അത് പൊട്ടിയിരിക്കും. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കത് ഊരിയെടുത്തിട്ട് നോക്കാം. പിന്നെ നമുക്ക് അത് പോയിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി ടെസ്റ്ററോ മൾട്ടിമീറ്ററോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂറ്റി നോക്കിയാലും ആ ഫ്യൂസ് ബ്രോക്കൺ ആണോ ഇല്ലെന്ന് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ 30 എന്നുള്ളതിൻ്റെ നേരെ അടിഭാഗത്തായിട്ട് 2 തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു ഭാഗം കാണാം, അത് പോയിട്ടില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ആ ബാക്കിലുള്ള 2 കാലിൽ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്കിത് പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മേളിൽ നിന്ന് 4ാമത്തെ ഫ്യൂസാണ് വരുന്നത്. അത് ബാറ്ററിയിൽ നിന്ന് നേരെ മെയിൻ ഫ്യൂസിൽ ചെല്ലും. മെയിൻ ഫ്യൂസിൻ്റെ സബ്ബായിട്ടാണ് ഈ ഫ്യൂസുകൾ വരുന്നത്. അപ്പോൾ ഈ ഫ്യൂസിലോട്ട് സപ്ലൈ വന്നം ഈ ഫ്യൂസിൽ കയറി ഇറങ്ങിയാണ് നമ്മുടെ ബ്ലോവർ ഫാനിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ നമുക്കിനി ഫ്യൂസ് എങ്ങനെയാണ് പോയേക്കണേന്നുള്ളത് നമ്മൾ മൾട്ടിമീറ്റർ വെച്ചൊന്ന് കാണിച്ചു തരാം. നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ ബാറ്ററിയുടെ വാണിലാമ്പ് കത്തിയിട്ടുണ്ട്. ചാർജ് കുറവാണ്, മാറിയിട്ടില്ല, ബാറ്ററി മാറണം. അപ്പോൾ അത് നമ്മൾ രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ട് കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കി 2 പ്രോബും കൂടി കണ്ടിന്യൂറ്റി ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്യൂസിലൊന്ന് മുട്ടിച്ചിട്ട് 2 പോയിൻറ്റും തമ്മിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടോ നോക്കണം. കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്യൂസ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അടിയിലത്തെ 2 ഹോൾഡറിലും കണക്ട് ചെയ്തിട്ട് കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ടച്ച് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കണ്ടിന്യൂറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ റീഡിങ് കാണിച്ചത്. അത് മൂരിയപ്പോഴേക്കും ഒന്നും ഇല്ലാത്ത വണ്ടിയിൽ. അപ്പോൾ അതിൽ കണക്റ്റഡ് ആണെങ്കിൽ വാല്യൂ കാണിക്കും, ഒരു സൗണ്ട് കേൾക്കും ബസറിൻ്റെ. അത് കേട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്യൂസ് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്യൂസ് നമുക്ക് തിരിച്ചിടാം. അതിന് മുമ്പ് ഞാൻ ഈ ഫ്യൂസിന് 2 കാലുണ്ട് അടിയിൽ. അതിൽ ഒരെണ്ണത്തിൽ ഡയറക്റ്റായിട്ട് സപ്ലൈ വന്ന് കിടക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏത് ലെഗിലാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഉള്ളിലത്തെ നോക്കി കണ്ടോ, ഇതിൽ പോസിറ്റീവ് സപ്ലൈ വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പുറത്തെ ലൈനാണ് നമ്മുടെ ബ്ലോവർ ഫാനിലോട്ടിൻ്റെ ബ്ലോവർ സിസ്റ്റത്തിലോട്ട് പോകുന്നത്. ഇപ്പുറത്തെ ലെഗിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അതിലോട്ട് പോസിറ്റീവ് ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഫ്യൂസും ഓക്കെയാണ്. അപ്പോൾ ഫ്യൂസ് അതിലിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്യൂസിലൂടെ കയറി ഇറങ്ങി ബ്ലോവറിൻ്റെ സിസ്റ്റത്തിലോട്ട് ആ പോസിറ്റീവ് സപ്ലൈ ചെല്ലണം. അപ്പോൾ നമുക്ക് ബ്ലോവർ ഫാനിൻ്റെ ഫ്യൂസ് പ്രോപ്പറായിട്ട് കറക്റ്റായത് ഇട്ടതിന് ശേഷം നമുക്ക് ഇനി അതിൻ്റെ നമ്മുടെ ഫാനിൻ്റെ അടിഭാഗത്തുള്ള ഒരു കപ്ലർ വരുന്നുണ്ട്, മെയിൻ കപ്ലർ. അവിടെ ആ പോസിറ്റീവ് സപ്ലൈ എത്തുന്നുണ്ടോ, അതിനുശേഷം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്യൂസ് തിരിച്ച് നമ്മുടെ ഫ്യൂസിൻ്റെ ലൊക്കേഷനിലേക്ക് തിരിച്ച് റീകണക്ട് ചെയ്തു. അപ്പോൾ ഫ്യൂസ് കവറൊക്കെ ഇട്ടിട്ട് നമുക്ക് അവിടുത്തെ പരിപാടി ക്ലോസ് ചെയ്യാൻ കാര്യം. ഇവിടെ ഫ്യൂസ് ഓക്കെയാണെന്ന് നിങ്ങൾക്ക് ലൊക്കേഷനൊക്കെ മനസ്സിലായി, അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഫ്യൂസിൻ്റെ കവറൊക്കെ ഇട്ടു. ഇനി നമ്മൾ വീണ്ടും ബ്ലോവറിൻ്റെ ഭാഗത്തോട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലിനി പോസിറ്റീവ് സപ്ലൈ വരേണ്ടത് എവിടെ നിന്നാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് സപ്ലൈ വരേണ്ടത് റെഡിൽ ബ്ലാക്ക് ആണ്. അപ്പോൾ ആ കണക്ഷൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ റെഡിൽ ബ്ലാക്ക് വരുന്നത് നമ്മുടെ ബ്ലോവർ ഫാനിൻ്റെ സൈഡിലായിട്ട് 2 റിലേ വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട് ഈ മോൾ ഭാഗത്ത് സൈഡിലായിട്ട് 2 റിലേ വരുന്നുണ്ട്. അതിൽ ഒരു റിലേ ബ്ലോവർ ഫാനിൻ്റെ മെയിൻ റിലേയും ഒരു റിലേ ബ്ലോവർ ഫാനിൻ്റെ ഹൈ സ്പീഡ് റിലേയുമാണ്. മുകളിലിരിക്കുന്ന റിലേ ആണ് ബ്ലോവർ ഹൈ സ്പീഡ് റിലേ. ഇതിന് ഹീറ്റർ ഹൈ സ്പീഡ് റിലേ എന്ന് പറയും. താഴത്തിരിക്കുന്ന റിലേ ആണ് ബ്ലോവർ മെയിൻ റിലേ, അതായത് ഹീറ്റർ മെയിൻ റിലേ എന്ന് പറയുന്നത്. ഈ റിലേയിൽ 2 വണ്ണമുള്ള വയറുണ്ട്. അതിൽ ഒരെണ്ണം റെഡും ഒരെണ്ണം റെഡിൽ ബ്ലാക്കുമാണ്. ഈ റെഡ് ബ്ലാക്ക് ആണ് നമ്മുടെ ബ്ലോവർ ഫാനിലോട്ട് പോയിരിക്കുന്നത്. പിന്നെ മേളിലുള്ള റിലേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വണ്ണമുള്ള വയർ ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം റെഡിൽ ഗ്രീനുമാണ്. ഈ റെഡ് ഗ്രീൻ വയർ നമ്മുടെ ബ്ലോവറിലോട്ട് പോകുന്ന നെഗറ്റീവ് ലൈനാണ്. അതായത് നമ്മൾ ഹൈ സ്പീഡ് 3rd സ്പീഡ് ഇടുമ്പോഴേക്കും നെഗറ്റീവ് സപ്ലൈ ഫാനിൽ ലഭിക്കുന്നത് ഈ റിലേ വഴിയാണ്. ഈ റിലേ ഓണായെങ്കിൽ മാത്രമേ നമ്മുടെ ബ്ലോവർ ഫാൻ ഹൈ സ്പീഡായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. താഴത്തെ റിലേ ഓണായാൽ മാത്രമേ ബ്ലോവർ ഫാനിലേക്കുള്ള പോസിറ്റീവ് സപ്ലൈ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ റിലേയിലേക്ക് പോസിറ്റീവ് സപ്ലൈ വന്ന് കിടക്കുന്ന വയറാണ് ഇതിലുള്ള റെഡ്. ഇത് റിലേ ഓൺ ആകുമ്പോഴേക്കും റിലേ ഓൺ ആയിട്ട് ഫാനിലേക്ക് പോകുന്ന വയറാണ് റെഡിൽ ബ്ലാക്ക് വരുന്നത്. അപ്പോൾ ഈ റിലേ കംപ്ലൈൻറ്റ് ആയാലും നമ്മുടെ ഫാനിൻ്റെ സോക്കറ്റിലേക്ക് ഈ റെഡ് ബ്ലാക്ക് സോക്കറ്റിലെ വയറിലേക്ക് പവർ സപ്ലൈ ലഭിക്കില്ല. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ റിലേയിലോട്ടുള്ള സോക്കറ്റിൽ പോസിറ്റീവ് സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പോസിറ്റീവ് സപ്ലൈ വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രേസ് ചെയ്യണം. വരുന്നുണ്ട് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ റിലേയുടെ കൺട്രോൾ സപ്ലൈയും കൂടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കത് മാറാം. 2 റിലേയും ഒരേ റിലേ തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കപ്ലർ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് അതിലോട്ടുള്ള സപ്ലൈ നോക്കാം. അതിൽ 4 വയറാണ് ടോട്ടൽ വരിക. അത് 2 വയർ വരുന്നത് അതിൻ്റെ റിലേയുടെ ഡ്രൈവ് സർക്യൂട്ടാണ്. 2 വയർ വരുന്നത് അതിൻ്റെ സ്വിച്ചിങ് പോയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഊരിയെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഇളക്കി ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 4 വയറാണ് ആ സോക്കറ്റിലേക്ക് വരുന്നത്. ഓക്കെ, 4 വയറുണ്ട്. റെഡ് ഉണ്ട്, റെഡ് ബ്ലാക്ക് ഉണ്ട്, ഒരു ഗ്രീൻ ഉണ്ട്, നോർമൽ ബ്ലാക്ക് ഉണ്ട്. 4 പിന്ന് ഈ ഓർഡറിലാണ് കിടക്കുന്നത് 1 2 3 4 എന്നുള്ളത്. നമുക്കിതിൽ ആദ്യത്തെ പിന്ന് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ വയറാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ലൈറ്റ് ഗ്രീൻ. രണ്ടാമത്തെ വയർ വരുന്നത് റെഡാണ്. ഇത് ഡയറക്റ്റ് പോസിറ്റീവ് ലൈനാണ്. പിന്നെ മൂന്നാമത്തെ വരുന്നത് ഒരു ബ്ലാക്ക് ആണ്. ഇത് ഡയറക്റ്റായിട്ട് നെഗറ്റീവ് ലൈൻ വന്ന് കിടക്കുന്നതാണ്. പിന്നെ വരുന്ന 4ാമത്തെ ലൈനാണ് നമ്മുടെ ബ്ലാക്കിൽ റെഡായ
ബ്ലോവർ ഫാനിലേക്ക് പോകുന്ന ലൈൻ. അപ്പോൾ ഈ റിലേ ഡ്രൈവ് ചെയ്യുന്നതിനാണ് ആ ഗ്രീൻ വയറും ബ്ലാക്ക് വയറും വരുന്നത്. സ്വിച്ചിങ് പോയിൻ്റ് ആയിട്ടാണ് ഈ റെഡിൽ ബ്ലാക്കും വരുന്നത്. അപ്പോൾ നമുക്കിത് ഷോർട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ റെഡിൽ ബ്ലാക്കും കൂടിയാണ് നമ്മൾ ഷോർട്ട് ചെയ്യേണ്ടത്. അതാണ് സ്വിച്ചിങ് പോയിൻ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഷോർട്ട് ചെയ്തും ഈ റിലേ കംപ്ലയിൻ്റ് ആണെങ്കിൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ആദ്യം റിലേയിലേക്ക് പോസിറ്റീവ് സപ്ലൈ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടെസ്റ്റർ എടുത്തിട്ട് ടെസ്റ്ററിൻ്റെ ഒരു എൻഡ് ബോഡി നെഗറ്റീവ് കൊടുത്ത് നമുക്കതിൻ്റെ റെഡിലേക്ക് ഡയറക്റ്റ് പോസിറ്റീവ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. അപ്പോൾ നമുക്കിനി ടെസ്റ്റ് ലാമ്പ് എടുക്കാം. അപ്പോൾ ടെസ്റ്റ് ലാമ്പിൻ്റെ ഒരു എൻഡ് നമ്മൾ ബോഡി നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇനി ടെസ്റ്ററിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത് നമ്മൾ 4ാമത്തെ പിന്നായ റെഡ് ബ്ലാക്കിലാണ്, അതിൽ കത്തിയില്ല. പക്ഷേ 2ാമത്തെ പിന്നായ റെഡ് വയറിൽ കണക്ട് ചെയ്തപ്പോഴേക്കും നിങ്ങൾക്ക് ടെസ്റ്റ് ലാമ്പ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. അതായത് ടെസ്റ്റ് ലാമ്പ് വഴി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് സപ്ലൈ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ആ റിലേയിലേക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് സപ്ലൈ നമ്മൾ നേരത്തെ കണ്ട ആ ഫ്യൂസിൽ നിന്നും സ്ലോ ബ്ലോ ഫ്യൂസായ ആ ബ്ലോവറിൻ്റെ ഫ്യൂസിൽ നിന്ന് പോസിറ്റീവ് സപ്ലൈ വരുന്നുണ്ട്. നമ്മൾ ഇഗ്നേഷൻ ഓൺ ആക്കിയിട്ടില്ല, ഇഗ്നേഷൻ ഓഫ് തന്നെയാണ്. ഇഗ്നേഷൻ ഓഫ് പൊസിഷനിലും ആ വയറിൽ 2ാമത്തെ പിന്നായ റെഡ് വയറിൽ പോസിറ്റീവ് സപ്ലൈ ഡയറക്റ്റ് ആയിട്ട് തന്നെ വന്ന് കിടക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ആദ്യത്തെ പിന്നായ ഗ്രീൻ വയറിൽ ഇഗ്നേഷൻ ഓൺ ആക്കിയാലാണ് പോസിറ്റീവ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇഗ്നേഷൻ ഓൺ ആക്കുമ്പോഴേ ആ റിലേ പിടിക്കുകയുള്ളൂ. റിലേ പിടിക്കാൻ വേണ്ടിയുള്ള പോസിറ്റീവ് ആ ഗ്രീൻ വഴിയാണ് ലഭിക്കുന്നത്. നെഗറ്റീവ് ആ ബ്ലാക്കിൽ ഡയറക്റ്റായിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. ഇത് നെഗറ്റീവാണ്. ഈ 3ാമത്തെ വയർ വരുന്നത് ഡയറക്റ്റായിട്ട് നെഗറ്റീവാണ്. കണ്ടില്ലേ, നെഗറ്റീവ് വയറാണ്. ചെറിയ വയറായിരിക്കും, നമ്മൾ മേളിൽ കണ്ട പോലെ വണ്ണമുള്ള വയറായിരിക്കില്ല. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റത്തേൽ ഇഗ്നേഷൻ ഓൺ ആക്കുമ്പോൾ പോസിറ്റീവ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കൊന്ന് ഇഗ്നേഷൻ ഓൺ ആക്കാം. ഇത് ഗ്രീൻ വയറിലാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഗ്നേഷൻ ഒന്ന് ഓൺ ആക്കിയിടാം. ഞാൻ ഇഗ്നേഷൻ ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫസ്റ്റത്തെ പോയിന്റിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ലൈറ്റ് ഓണായി. ഇവിടെ പോസിറ്റീവ് ലൈൻ വന്നില്ലെങ്കിൽ അതിനർത്ഥം ഇതിൻ്റെ റിലേ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ള സപ്ലൈ ലഭിക്കുന്നില്ല, റിലേ ഓൺ ആവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് റിലേ ഡ്രൈവ് ചെയ്യാനുള്ള പോസിറ്റീവും വരുന്നുണ്ട്, മെയിൻ വന്ന് കിടക്കുന്ന പോസിറ്റീവും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നമുക്ക് ഷോർട്ട് ചെയ്തിട്ട് ഈ ഫാനിലോട്ടുള്ള കണക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. ഏത് റിലേയുടെ സ്വിച്ചിങ് പോയിന്റ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാനിലോട്ടുള്ള സപ്ലൈ വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് റിലേ ഡ്രൈവ് ചെയ്യുന്ന നെഗറ്റീവും പോസിറ്റീവ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തു ആ ഗ്രീൻ വയറിൽ. ഇനി നെഗറ്റീവിലും ആ ഗ്രീൻ വയർ നെഗറ്റീവായ ബ്ലാക്ക് വയറും ഗ്രീൻ വയറും കൂടി കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ടെസ്റ്റ് ലാമ്പ് ഇടാം. അതിനുശേഷം നമുക്ക് ഇഗ്നേഷൻ ഓൺ ചെയ്യുമ്പോഴേക്കും കറക്റ്റായിട്ട് തന്നെ നെഗറ്റീവും പോസിറ്റീവും കിട്ടി നമ്മുടെ ടെസ്റ്റ് ലാമ്പ് കത്തുന്നുണ്ടോ നോക്കാം. ടെസ്റ്റ് ലാമ്പ് ഓൺ ആയാൽ അതിനർത്ഥം നമ്മുടെ റിലേ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ള പോസിറ്റീവ് നെഗറ്റീവും വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കപ്ലറിലെ 1ാമത്തെ പിന്നിലും 3ാമത്തെ പിന്നിലും കൂടി നമ്മൾ ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇഗ്നേഷൻ ഒന്ന് ഓൺ ആക്കാം. നമ്മൾ ഇഗ്നേഷൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഓൺ ആക്കിയപ്പോൾ തന്നെ ലൈറ്റ് ഓണായി. ഇഗ്നേഷൻ സ്വിച്ച് ഓഫ് ആക്കിയപ്പോൾ അത് ഓഫായി. ഇത് വരുന്നതിന് നമ്മൾ ബ്ലോവറിൻ്റെ സ്വിച്ച് ഓൺ ആക്കേണ്ട കാര്യമൊന്നുമില്ല, ബ്ലോവർ ഓഫ് തന്നെയാണ്. ഇപ്പോൾ ഇഗ്നേഷൻ മാത്രം ഓൺ ആക്കിയാൽ മതി. അതായത് നമ്മൾ എപ്പോൾ ഇഗ്നേഷൻ സ്വിച്ച് ഓൺ ആക്കിയാലും നമ്മുടെ ബ്ലോവർ മെയിൻ റിലേ എന്നുള്ള റിലേ ഓൺ ആവും. ഓക്കെ, അപ്പോൾ ഈ റിലേ ഓൺ ആവാൻ വേണ്ടിയുള്ള സപ്ലൈ നമുക്ക് ഓക്കെയാണ്. അപ്പോൾ അതിന് കുഴപ്പമില്ല. പിന്നെ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് സപ്ലൈ വന്ന് കിടക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് റിലേയുടെ സ്വിച്ചിങ് പോയിന്റ് തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് സ്വിച്ചിങ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെയും 4ാമത്തെയും റെഡിൽ ബ്ലാക്കും ഇത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാനിൻ്റെ സോക്കറ്റിലേക്ക് പോസിറ്റീവ് സപ്ലൈ വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി നെഗറ്റീവ് സപ്ലൈ സ്വിച്ച് വഴി വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി പോസിറ്റീവ് സപ്ലൈയും വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ റിലേ ഷോർട്ട് ചെയ്യുമ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ റിലേ മാത്രം മാറിയാൽ മതി. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ലാമ്പ് എടുത്തിട്ട് നമ്മുടെ ബ്ലോവറിലേക്ക് പോകുന്ന കണക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും സപ്ലൈ വരുന്ന വയറിലേക്കാണ് നമ്മൾ 2 ബൾബിൻ്റെ കണക്ഷനും കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു വയർ എടുത്തു. ഇത് ഷോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പിന്നാണ്. എന്നിട്ട് നമ്മളിനി നമ്മുടെ ബ്ലോവർ മെയിൻ റിലേയുടെ സ്വിച്ചിങ് പോയിൻ്റ് ആയ ആ റെഡ് വയറും റെഡിൽ ബ്ലാക്ക് വയറും തമ്മിൽ ഷോർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു റെഡിൽ ഓൾറെഡി പോസിറ്റീവ് വന്ന് കിടക്കുന്നുണ്ട്. നേരെ റെഡ് ബ്ലാക്കിലോട്ട് അത് ഷോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബ്ലോവറിൻ്റെ ഫാനിൻ്റെ സോക്കറ്റിലുള്ള റെഡ് ബ്ലാക്ക് വയറിലേക്ക് പോസിറ്റീവ് വരും. അപ്പോൾ ഇതിലിപ്പോൾ പോസിറ്റീവ് വന്ന് കിടക്കുന്നുണ്ടാവും. കാര്യം താക്കോലും ഓണാക്കേണ്ട കാര്യമില്ല, നമ്മൾ റിലേ കണക്ട് ചെയ്താൽ മാത്രമാണ് ആ ഗ്രീനും ബ്ലാക്കിലും കൂടി റിലേ ആക്ടിവേറ്റ് ആയിട്ട് സ്വിച്ചിങ് പോയിൻ്റ് ആയ റെഡ് ബ്ലാക്കും കൂടി ഓൺ ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഫാനിലേക്ക് പോസിറ്റീവ് സപ്ലൈ ലഭിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഡയറക്റ്റ് റെഡ് ബ്ലാക്കും കൂടി ത്രൂ കൊടുത്തിരിക്കുന്ന കാരണമാണ്, ഷോർട്ട് ചെയ്തിരിക്കുന്ന കാരണമാണ് താക്കോൽ ഓൺ ആക്കാണ്ട് തന്നെ സപ്ലൈ വരുന്നത്. അപ്പോൾ നമ്മൾ ബ്ലോവർ ഫാനിൻ്റെ സ്വിച്ച് ഓൺ ആക്കി നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊസിഷൻ ഇട്ടു, സെക്കൻഡ് പൊസിഷൻ ഇട്ടു, തേർഡ് പൊസിഷൻ ഇട്ടപ്പോഴേക്കും നമ്മുടെ ലൈറ്റ് ഓഫായി പോയി. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മൾ തേർഡ് പൊസിഷനാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും സ്പീഡ് വർക്ക് ചെയ്യുന്നത് ഇവിടെയുള്ള ബ്ലോവർ റെസിസ്റ്ററിൽ നിന്നാണ് അതിൻ്റെ നെഗറ്റീവ് ലഭിക്കുന്നത്.
പക്ഷേ തേർഡ് സ്പീഡിന് പൊസിഷൻ നമ്മൾ ഇടുമ്പോഴേക്കും നമ്മുടെ ബ്ലോവർ ഫാനിലേക്ക് നെഗറ്റീവ് ലഭിക്കുന്നത് നമ്മുടെ റെസിസ്റ്റർ വഴിയല്ല, ഈ റെഡ് ഗ്രീൻ വയറിലേക്ക് ഡയറക്റ്റായിട്ട് നെഗറ്റീവ് വരും. അതിനുവേണ്ടിയാണ് നമ്മുടെ ബ്ലോവർ ഫാനിൻ്റെ മുകൾ ഭാഗത്തായിട്ടുള്ള ഹീറ്റർ ഹൈ സ്പീഡ് റിലേ എന്ന് പറയുന്ന റിലേ യൂസ് ചെയ്യുന്നത്. ഈ മുകളിൽ കാണുന്ന ഈ റിലേയാണ് ഹീറ്റർ ഹൈ സ്പീഡ് റിലേ. ഇഗ്നീഷൻ ഓൺ ആണെങ്കിൽ മാത്രമേ ആ റിലേയിൽ നിന്നും ഔട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇഗ്നീഷൻ ഓഫ് പൊസിഷനിലായിരുന്നു. പക്ഷേ നമ്മൾ ഫസ്റ്റും സെക്കൻഡും വിടുമ്പോഴേക്കും നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് റെസിസ്റ്റർ വഴി വരുന്നത് കാരണമാണ് കണക്ഷൻ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ തേർഡ് പൊസിഷനിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇഗ്നീഷൻ ഓൺ ആക്കാൻ പോവുകയാണ്. നമ്മളൊന്ന് ഇഗ്നീഷൻ ഓൺ ചെയ്തു. കണ്ടോ, ഇഗ്നീഷൻ ഓൺ ചെയ്തപ്പോൾ തന്നെ ആ റിലേ പിടിച്ചത് കാരണം അതിലൂടെ നെഗറ്റീവ് കിട്ടുകയും നമ്മുടെ ലൈറ്റ് ഓൺ ആവുകയും ചെയ്തു. ഞാൻ ഇനി ഓരോന്നായിട്ട് നമ്മുടെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ തേർഡിൽ നിന്ന് സെക്കൻഡിലോട്ട് മാറ്റണേണ്. സെക്കൻഡ്, ഫസ്റ്റ് 0 കണ്ടല്ലേ, 0ലാണ് ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ. നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടിക്കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇഗ്നേഷൻ ഓഫ് ചെയ്തിട്ടിരുന്നുകൊണ്ടാണ് വരാഞ്ഞത്. ഞാനിപ്പോൾ വീണ്ടും ഓഫ് ചെയ്തപ്പോഴേക്കും ബ്ലോവർ ഹൈ സ്പീഡ് റിലേ ഓഫ് ആയത് കാരണം നെഗറ്റീവ് കട്ടായി. പക്ഷേ നമ്മൾ സെക്കൻഡ് പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനിൽ ഇടുമ്പോഴും നമുക്ക് ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. കാര്യം ഒന്നാമത്തെയും രണ്ടാമത്തെയും പൊസിഷൻ ഇടുമ്പോഴേക്കും ആ സ്വിച്ചിൽ നിന്ന് റെസിസ്റ്റർ വഴി നേരിട്ട് ഫാനിലേക്ക് നെഗറ്റീവ് ലഭിക്കും. പക്ഷേ തേർഡ് പൊസിഷൻ മാത്രം ഈ കാണുന്ന റിലേ വഴിയാണ് നെഗറ്റീവ് സപ്ലൈ ഡയറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ റിലേ പിടിക്കണമെങ്കിൽ ഇഗ്നേഷൻ ഓൺ ആവണം. അപ്പോൾ നമുക്കിപ്പോൾ ആ നെഗറ്റീവും ലഭിക്കുന്നുണ്ട്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ തേർഡ് പൊസിഷൻ ഇടുമ്പോൾ നെഗറ്റീവ് ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ മേളിലുള്ള റിലേയും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് നെഗറ്റീവ് വരുന്നത് കാരണം നമുക്ക് അത് ചെക്ക് ചെയ്യേണ്ട. നമുക്ക് ആകെ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ താഴത്തുള്ള ഹീറ്റർ മെയിൻ റിലേ ഓണായി ബ്ലോവർ ഫാനിലേക്ക് പോസിറ്റീവ് വരാത്തതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബാക്കി കണക്ഷൻസും കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് കഴിഞ്ഞു. ഇനി ഈ താഴ്ഭാഗത്തുള്ള ഈ ഹീറ്റർ മെയിൻ റിലേയുടെ കംപ്ലയിൻ്റ് ആണ് വരാനുള്ളൂ. അപ്പോൾ ഈ റിലേ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലയിൻറ്റ് മാറേണ്ടതാണ്. അപ്പോൾ നമുക്ക് റിലേ ഒരെണ്ണം വെച്ചിട്ട് നമ്മുടെ കംപ്ലയിൻറ്റ് മാറുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. നമ്മൾ നേരത്തെ ഓൾറെഡി തന്നെ റിലേ ഡ്രൈവ് ചെയ്യുന്നതിനോട് വേണ്ടിയുള്ള പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവും പിന്നെ ഡയറക്റ്റായിട്ട് വന്ന് കിടക്കുന്ന സപ്ലൈയും ഷോർട്ട് ചെയ്തപ്പോൾ ഫാനിലോട്ട് ലൈൻ വരുന്ന കണക്ഷനും എല്ലാം പരിശോധിച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു റിലേയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലയിൻറ്റ് സോൾവ് ആകും. റിലേക്ക് തന്നെയാണ് നമ്മുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണക്ഷൻ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു റിലേ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് റിലേ മാറ്റാം. ഇനി നമ്മുടെ ബ്ലോവർ മെയിൻ റിലേയിലേക്ക് ഒരു റെഡ് വയറിൽ പോസിറ്റീവ് വന്ന് കിടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്യൂസ് ബോക്സിലുള്ള BLW എന്ന് പറഞ്ഞ ഫ്യൂസിൻ്റെ കണക്ഷൻ വഴിയാണ്. പക്ഷേ അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലേക്ക് ഈ റെഡ് വയർ വരുന്നത് ഈ സോക്കറ്റിലൂടെയാണ്. ഈ സോക്കറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കൂടി ഒരു വണ്ണമുള്ള റെഡ് വയർ പോകുന്നത് കാണാൻ പറ്റും. ഇവിടെ കൂടി കയറിയിട്ട് എൻ്റെ കറക്റ്റായി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി ഔട്ട് സൈഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുവഴിയാണ് നമ്മുടെ റിലേയുടെ സോക്കറ്റിലേക്ക് വരുന്നത്. പിന്നെ ഇതിലേക്ക് വരുന്നത് ഈ സോക്കറ്റിലേക്ക് പോസിറ്റീവ് സപ്ലൈ വരുന്നത് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അടിയിലൂടെയുള്ള വയറിങ്ങിലൂടെ വന്ന് നമ്മുടെ ലെഫ്റ്റ് സൈഡ് സസ്പെൻഷൻ്റെ ഭാഗത്ത് സൈഡിലൊരു സോക്കറ്റ് ഉണ്ട്. ഈ സോക്കറ്റിൽ ഈ മുകൾ ഭാഗത്തായിട്ട് ഈ മൂലക്ക് വരുന്ന റെഡ് വയർ, വണ്ണമുള്ള റെഡ് വയറാണ് നമ്മുടെ ബ്ലോവറിലേക്ക് പോകുന്ന പോസിറ്റീവിലേയും വരുന്നത്. ഇനി ഇതിലേക്ക് കണക്ഷൻ വരുന്നത് എൻജിൻ റൂമിലുള്ള ഈ ഫ്യൂസ് ബോക്സിലെ BLW എന്ന് പറയുന്ന ഫ്യൂസിൽ നിന്നാണ്. അപ്പോൾ ഈ ഫ്യൂസ് ബോക്സിൽ നിന്ന് വയറിംഗ് കിറ്റ് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തൂടെ കയറി നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെയൊക്കെ പുറകു ഭാഗത്തൂടെയുള്ള സോക്കറ്റിലൂടെ കയറിയാണ് ഈ കണക്ഷനിലേക്ക് വരുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ ഡാഷ്ബോർഡ് വയറിംഗ് കിറ്റ് വഴി നമ്മുടെ സോക്കറ്റിലോട്ട് എത്തും. സോക്കറ്റിൽ നിന്ന് നേരെ ഫാനിൻ്റെ റിലേയിലോട്ട് വരും. ഇങ്ങനെയാണ് അതിൻ്റെ പോസിറ്റീവ് ലൈൻ വരുന്നത്. അപ്പോൾ ഇത് കണക്ഷൻ വന്നില്ലെങ്കിൽ ഈ റൂട്ടിലാണ് നമ്മൾ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞു ഈ രണ്ട് റിലേയിലേക്കും ഒരു ഗ്രീൻ കളർ വയർ പോസിറ്റീവ് സപ്ലൈ വരുന്നതായിട്ട് ഈ റിലേ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള താക്കോൽ ഓണാക്കുമ്പോൾ വരുന്ന പോസിറ്റീവ്. അപ്പോൾ ആ പോസിറ്റീവ് വരുന്നത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡ് താഴത്ത് ബോണറ്റൊക്കെ വലിക്കണതിൻ്റെ അവിടെ ഒരു ഫ്യൂസ് ബോക്സ് ഉണ്ട്. ഈ ഫ്യൂസ് ബോക്സിൽ നിന്നാണ്. അപ്പോൾ ഈ ഫ്യൂസ് ബോക്സിൻ്റെ കവർ അഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് നോക്കുമ്പോഴേക്കും IG2 എന്ന് പറയുന്ന IG2 സിഗ്ലൻ എന്ന് പറയുന്ന ഒരു ഫ്യൂസ് ഉണ്ട് 10 ആംപിയറിൻ്റെ. നമ്മുടെ വൈപ്പർ വാഷറിൻ്റെ ഫ്യൂസിൻ്റെ അടുത്തായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ആ ഫ്യൂസിൽ നിന്നാണ് നമ്മുടെ ഈ രണ്ട് റിലേയും വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോസിറ്റീവ് സപ്ലൈ ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോഴുള്ള പോസിറ്റീവ് സപ്ലൈ വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്യൂസിൻ്റെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്യൂസ് ബോക്സ് ഇരുന്ന രീതിയിൽ അതിലേക്ക് വെക്കാം.
ഇപ്പോൾ നോക്കുമ്പോഴേക്കും ഈ താഴ്ഭാഗത്ത് വരുന്ന ഈ 15-10 ഈ 10ൻ്റെ ഫ്യൂസാണ് നമ്മുടെ IG2 സിഗ്നുള്ള ഫ്യൂസ്. അപ്പോൾ ആ ഫ്യൂസ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിലേയിലോട്ടുള്ള ഗ്രീൻ പോസിറ്റീവ് സപ്ലൈ ലഭിക്കില്ല. AC സംബന്ധമായ കണക്ഷനെല്ലാം അതിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഈ ഫ്യൂസ് പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ ബാക്കി കുറച്ച് ഫ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു ഫ്യൂസ് മിസ്സിങ് ഉണ്ട്. അത് ഏതായാലും നമുക്കൊന്ന് ഇട്ട് നോക്കിയേക്കാം. അത് ഡോർ ലോക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് ഏതായാലും ഈ 10ൻ്റെ ഫ്യൂസാണ് നമ്മുടെ AC ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം നമുക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ റിലേയിൽ ഡ്രൈവ് സർക്യൂട്ടായ ഗ്രീനിനും ബ്ലാക്കിലും കൂടി ഞാനൊരു ടെസ്റ്റ് ലാമ്പ് വീണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ നിന്ന് ആ ഫ്യൂസ് റിമൂവ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ലൈറ്റ് ഓഫ് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്യൂസ് പുള്ളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂസ് പുള്ളർ നമുക്ക് നമ്മുടെ 10 ആമ്പിയർ ഫ്യൂസിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കത് വലിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വന്നില്ല. ഒന്നും കൂടി കയറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഒന്നും കൂടി വലിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഫ്യൂസ് റിമൂവ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മുടെ ലൈറ്റ് ഓഫ് ആയത്. അത് അവിടെ വന്നുകൊണ്ടിരുന്ന പോസിറ്റീവ് കട്ടായി. നമ്മൾ ഫ്യൂസ് തിരിച്ചു പിടിപ്പിച്ചപ്പോഴേക്കും പോസിറ്റീവ് ഓണായി. അപ്പോൾ ആ ഗ്രീനിൽ പോസിറ്റീവ് വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഫ്യൂസാണ് നോക്കേണ്ടത്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ കണക്ഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ഒരു ഡൗട്ടും ബാക്കി വെക്കരുത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഈ 10 ആമ്പിയർ ഫ്യൂസിൽ നിന്നാണ് വരുന്നത് ഗ്രീനിൻ്റെ. മറ്റേ റെഡ് ലൈനിൻ്റെ ഞാൻ മെയിൻ ഫ്യൂസിൽ നിന്നാണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇനി നമുക്ക് ആകെ ഉള്ളത് റിലേ മാത്രമാണ്. അപ്പോൾ ഇനി നമ്മളിനി റിലേ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലയിൻറ്റ് സോൾവ് ആവും. അപ്പോൾ അതിന് മുമ്പ് ഈ ബ്ലോവറിൻ്റെ കണക്ഷൻ ഞാൻ ബ്ലോവർ ഫാനിൽ കണക്ട് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മുടെ റിലേയുടെ സ്വിച്ചിങ് പോയിൻറ്റ് ഷോർട്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്കിനി ബ്ലോവർ ഫാൻ ഓണാക്കി നോക്കാം. ഇഗ്നേഷൻ ഓണാക്കിയിട്ടുണ്ട്. ബ്ലോവർ ഓഫ് പൊസിഷനിലാണ്. നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പൊസിഷനിലിട്ടു. എയർ ഫ്ലോ വരുന്നുണ്ട്. നമുക്കിനി സെക്കൻഡ് സ്പീഡിലോട്ട് ഇടാം. സെക്കൻഡ് സ്പീഡിലിട്ടു. കാണുന്നുണ്ടാവും എയർ ഫ്ലോ വരുന്നുണ്ട്. തേർഡ് ഫുൾ സ്പീഡ് ഇട്ടു. നല്ല രീതിയിൽ തന്നെ എയർ ഫ്ലോ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലോവർ ഫാനും എല്ലാം വർക്കിംഗ് ആണ്. നമ്മളിപ്പോൾ റിലേ ഷോർട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോർട്ടിങ് മാറ്റിയിട്ട് നമുക്കൊരു റിലേ വാങ്ങിച്ചിടാം. ഇതിലിരിക്കുന്ന റിലേക്ക് ഇത്തിരി പ്രൈസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിതിലിടാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഇടുന്ന പോലെ തന്നെ റബ്ബർ ബൂട്ടുള്ള നമ്മുടെ റേഡിയേറ്റർ ഫാനിനൊക്കെ വരുന്ന റിലേ ഉണ്ട്. പഴയ 800-നൊക്കെ വരുന്ന പോലത്തെ. അപ്പോൾ ആ റിലേയാണ് നമ്മൾ ഇതിന് പകരമായിട്ട് ഇടുന്നത്. കാര്യം ഇതിന് ഇത്തിരി വില കൂടുതലുണ്ട്. ആ റിലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇതിന് ഒരു 150 രൂപയൊക്കെ ഉള്ളൂ റേഡിയേറ്റർ ഫാൻ റിലേ. ഇതാണ് അതിൻ്റെ പ്രൈസ്. ഇത് ലോഡ് എടുക്കുന്ന റിലേ തന്നെയാണ്. നമുക്ക് കോമൺ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റില്ല. ബൂട്ട് എന്തെങ്കിലും ടാഗ് ഇട്ട് വെക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻസൊക്കെ പക്ഷേ കറക്റ്റാണ്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ചെമ്പ് കളർ കാലും അതുപോലെ 2 അലുമിനിയം കാല് പോലെ കാണാൻ പറ്റും. ഈ ചെമ്പ് കളറിൽ വരുന്നതാണ് സ്വിച്ചിങ് പോയിൻറ്റ്. ഈ ആദ്യം കാണുന്ന അലുമിനിയം കളറിലുള്ളത് നമ്മുടെ ഡ്രൈവ് സർക്യൂട്ടിനുള്ള കണക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൻ്റെ ഓർഡർ നോക്കിയാലും മനസ്സിലാവും. നമ്മുടെ ഒന്നാമത്തെ പിന്ന് വരുന്നത് ഇതിൽ അലുമിനിയം ആണ്. രണ്ടാമത്തെ വരുന്നത് ചെമ്പ് കളറാണ്. മൂന്നാമത്തെ അലുമിനിയമാണ്. നാലാമത്തെ ചെമ്പ്. അതായത് രണ്ടാമത്തെയും നാലാമത്തെയാണ് നമ്മുടെ സ്വിച്ചിങ് പോയിൻറ്റ്. അത് കറക്റ്റായിട്ട് തന്നെ രണ്ടാമത്തെയും നാലാമത്തെയും സ്വിച്ചിങ് പോയിൻറ്റ് ചെമ്പ് കളറിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിലേ നോക്കുമ്പോഴെല്ലാം കൃത്യമായിട്ട് എല്ലാം പരിശോധിച്ചിട്ട് വേണം ഇടാൻ. അപ്പോൾ ഈ റിലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലിടാം. അപ്പോൾ നമ്മൾ ആ സോക്കറ്റിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ടാഗ് ഇട്ട് നമുക്കിത് എവിടെയെങ്കിലും ഉറപ്പിച്ച് നിർത്തണം. ഷോർട്ടിംഗ് ഒന്നും ആവാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ അതവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കത് ആ വയറിൻ്റെ ഭാഗത്ത് തന്നെ എവിടെയെങ്കിലും ഉറപ്പിച്ച് വെക്കാം. നമുക്കിനി ഒന്നും ബ്ലോവർ ഫാൻ ഓണാക്കിയിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് ഇഗ്നേഷൻ ഓൺ ചെയ്യാം. ഇഗ്നേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇഗ്നേഷൻ ഓണായി. ഇപ്പോൾ നിലവിൽ ഓഫാണ്. നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത ടിഷ്യൂ പേപ്പർ. ഇപ്പോൾ ഒരു എയർ ഇല്ല. നമ്മൾ ഫസ്റ്റ് പൊസിഷൻ ഇടണേണ്. എയർ ഫ്ലോ വരുന്നുണ്ട്. സെക്കൻഡ് പൊസിഷൻ ഇടാം. സെക്കൻഡ് പൊസിഷൻ ഇട്ടു. എയർ ഫ്ലോ കൂടിയിട്ടുണ്ട്. ഇനി തേർഡ് സ്പീഡ് ഫുൾ സ്പീഡ് ഇടാം. നല്ല രീതിയിൽ തന്നെ എയർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലോവർ ഫാൻ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ സ്പീഡിലും ബ്ലോവർ ഫാൻ വർക്കിംഗ് ആണ്. പക്ഷേ AC സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്ന് എയർ ഫ്ലോ ബ്ലോക്ക് ആവണതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കൂളിംഗ് കോയിൽ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കാം. നമ്മൾ ഇത് കസ്റ്റമറോട് പറഞ്ഞിട്ട് അതിലോട്ട് കൺവേർട്ട് ചെയ്യും. ഏതായാലും നമ്മുടെ വന്ന കംപ്ലയിൻറ്റ് നമുക്ക് സോൾവ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലോവർ ഫാനിൻ്റെ മെയിൻ റിലേ, ഹീറ്റർ മെയിൻ റിലേ എന്ന് പറയുന്ന ഈ റിലേ ആയിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് അതേ റേറ്റിങ്ങിൽ തന്നെയുള്ള ഒരു റേഡിയേറ്റർ ഫാനിനൊക്കെ ഇടുന്ന റിലേ നമ്മളവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമറോട് പറഞ്ഞിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്ന. കാര്യം മറ്റേ ഇത്തിരി പ്രൈസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ റിലേ ആക്കിയതാണ്. ഇതിന് 150 രൂപ 200 രൂപയുള്ള ഈ റിലേ കിട്ടും. അപ്പോൾ അങ്ങനെ ഈ റിലേ ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്ഥിരം ഇടാറുള്ളതാണ്. അപ്പോൾ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. അപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.